കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആൻഡ് അനാലിസിസ് മെത്തേഡ് ഈ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനീസും ഒരേപോലെയാണോ? അതോ ഇതിലും കാറ്റഗറീസ് ഉണ്ടോ? യെസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനീസും അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിസിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ബേസിസ് ലൈനെ വേറെ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് നോക്കാം. ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്സിന്റെയും ടോട്ടലാണ് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു കമ്പനിയുടെ 100 ഷെയർ ഉണ്ട്. ആ ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 6 രൂപയാണ്. സോ എൻ്റെ കയ്യിലുള്ള ടോട്ടൽ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 × 6 600 രൂപയാണ്. അതുപോലെ ആ കമ്പനിയുടെ മൊത്തം ഷെയർസ് എന്ന് പറയുന്നത് 1,00,000 ഷെയർസ് ആണ്. അപ്പോൾ മൊത്തം ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ കിടക്കുന്നത് മൊത്തത്തിൽ 1,00,000 ഷെയർസ് ആണ്. അപ്പോൾ അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പ്രൈസ് ഓഫ് ഷെയർ, അതായത് 1,00,000 ഷെയർ ഇൻറ്റു ഒരു ഷെയറിന്റെ പ്രൈസ് 6 രൂപ, 6,00,000. ഓക്കെ, ഇതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ട് ഈ കമ്പനികളെ നമുക്ക് 3ആയി തരംതിരിക്കാം: ലാർജ് ക്യാപ് സ്റ്റോക്ക്, മിഡ് ക്യാപ് സ്റ്റോക്ക്, സ്മാൾ ക്യാപ് സ്റ്റോക്സ്. ലാർജ് ക്യാപ് കമ്പനീസിനെ കുറിച്ച് പറയാം. എന്താണ് ലാർജ് ക്യാപ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ? ലാർജ് ക്യാപ് കമ്പനീസ് എപ്പോഴും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും. ആൾറെഡി നല്ല ഗ്രോത്ത് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ കമ്പനികളായിരിക്കും ഇത്. അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി റിസ്ക് വളരെ കുറവായിരിക്കും. ഈ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള റിട്ടേൺസും കുറവായിരിക്കും. മിഡ് ക്യാപ് കമ്പനീസ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനീസ് ആയിരിക്കും. ഇവര് ഗ്രോവിംഗ് കമ്പനീസ് എന്ന് പറയാം. ലാർജ് ക്യാപ് കമ്പനീസിന്റെ അത്ര സ്റ്റേബിൾ അല്ലെങ്കിലും ഇവരും അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ് കമ്പനീസിനെക്കാളും ബെറ്റർ റിട്ടേൺസ് മിഡ് ക്യാപ് കമ്പനീസ് തരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് സ്മോൾ ക്യാപ് കമ്പനീസ് ആണ്. ഇവയെ നീവർ കമ്പനീസ് എന്ന് പറയാം. അതായത് പുതുതായിട്ട് വരുന്ന കമ്പനീസിനെയാണ് സ്മോൾ ക്യാപ് കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ടപ്പ് കമ്പനീസ്, ഇൻഡസ്ട്രിയിലേക്ക് പുതുതായിട്ട് വന്ന കമ്പനീസ് ആണ് ഇവിടെ. ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ല റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ബെസ്റ്റ് റിട്ടേൺസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും റിസ്ക് കൂടുതലും ഈ വക സ്റ്റോക്കുകളിലാണ്, എക്സ്ട്രീംലി റിസ്കി. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ. ഇനി എങ്ങനെയാണ് ബെറ്റർ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റുക? ഏതാണ് ബെറ്റർ അനാലിസിസ്? അതായത് ഒരു അനാലിസിസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മളൊരു സ്റ്റോക്ക് ഒക്കെ പിക്ക് ചെയ്യുക, ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. സോ ഏതാണ് ബെറ്റർ അനാലിസിസ്? ഏറ്റവും കോമൺ ആയിട്ടുള്ളത് 2 അനാലിസിസ് ആണ്: ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ആദ്യത്തേത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കുകയും അതിന്റെ കമ്പനിയുടെ സ്ട്രെങ്ത്തും ഫിനാൻഷ്യൽ പെർഫോമൻസും ഒക്കെ മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് യൂഷ്വലി ചെയ്യുന്നത് ഈ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് 5 കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഈ അനാലിസിസ്, അതായത് ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെ തിരഞ്ഞെടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഫണ്ടമെന്റൽ അനാലിസിസിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, 2 ഫിനാൻഷ്യൽ റേഷ്യോസ്, 3 ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഗ്രോത്ത് മെത്തേഡ്സ്. ഈ 3 നമ്മൾ ഈ ഫണ്ടമെന്റൽ അനാലിസിസിന് വേണ്ടി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലോട്ട് വരാം. ഷോർട്ട് ടേം പീരീഡിലേക്ക് വേണ്ടിയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് പീരീഡിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്ത് അത് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു 4 കാര്യങ്ങളുണ്ട്. 1 ചാർട്ട്, 2 ഇൻഡിക്കേറ്റേഴ്സ്, 3 പാറ്റേൺസ്, 4 കാൻഡിൽ സ്റ്റിക്സ്. സോ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ് നോക്കുന്നത് എങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് യൂസ് ചെയ്യുക.
അല്ല, മറിച്ച് നിങ്ങൾ ഷോർട്ട് ടേം ട്രേഡിംഗ് ആണ് നോക്കുന്നത് എങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുക. വേറൊരു വലിയ സംശയം, ഈ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണോ അതോ ഷോർട്ട് ടേം ട്രേഡിംഗ് ആണോ, ഏതാ നല്ലത് എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചോയ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതിൽ നിന്ന് നമ്മൾ തീരുമാനിക്കുക നമുക്ക് ഏതാണ് സൂട്ട് ആവുക എന്നുള്ളത്. അതായത് ഷോർട്ട് ടേം ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ ബൈ ആൻഡ് സെൽ, അതായത് വാങ്ങലും വിൽക്കലും ഒക്കെ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് നടക്കും. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. വളരെ പെട്ടെന്നായിരിക്കും പ്രോഫിറ്റും ലോസ് ഒക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ലോങ് ടേമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷോർട്ട് ടേമിന് വളരെ റിസ്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ പ്രോഫിറ്റിന് വേണ്ടി ഒരുപാട് നേരം നമുക്ക് സ്ക്രീനിന് മുന്നിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ട്രേഡിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കാം. 5 അതിലധികമോ വർഷം ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന അനാലിസിസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആയിരിക്കും. കുറെ കാലം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിന്റെ വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കും എന്ന്. ഷോർട്ട് ടേമിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഈ കമ്പനികൾക്ക് ഉണ്ടാകുക, ബട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ക്വിക്ക് പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ ലോങ് ടേമിൽ എക്സ്പെക്ട് ചെയ്യരുത്. ഒരുപാട് നേരം പ്രോഫിറ്റിന് വേണ്ടി സ്ക്രീനിന് മുന്നിൽ നമുക്ക് ചിലവാക്കേണ്ട ആവശ്യവും ഇല്ല. സോ ഇത് കേട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയാം ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ ബെറ്റർ നമുക്ക് പറ്റിയതെന്ന്. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പാർട്ടിസിപ്പന്റ് ആവുക എന്നുള്ളത് നമ്മുടെ വെൽത്ത് ബിൽഡിങ്ങിന് സഹായിക്കുന്ന ഒരു ടൂളാണ്. സോ നമ്മൾ അതിന്റെ ഒരു പാർട്ടാവാൻ ശ്രമിക്കുക.